ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിക്റും ഫിക്റും. എന്തിനാണ് ദിക്ർ? അത് ഫിക്റിനാണ്. അല്ലാഹ് എന്ന് നാക്കുകൊണ്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഖൽബിൽ അല്ലാഹ് എന്ന ചിന്ത വരണം. അപ്പം ദിക്ർ ഫിക്റിനാണ്. ഫിക്റില്ലാത്ത ദിക്ർ എന്തിനാ? തീരെ പറ്റൂല എന്നല്ല, ദിക്റിൻ്റെ ഫായിദ ഫിക്റാണ്. ഫായിദ അല്ലാത്ത ദിക്ർ വലിയ ഫലം ചെയ്യില്ല. കേൾക്കി, ഒരു തിരുവചനത്തിലുണ്ട്, മാ അമില ഇബ്നു ആദമ മിൻ അമലിൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. മാ അമില ഇബ്നു ആദം അലൈഹിസ്സലാം, ഒരു മനുഷ്യൻ, മാ അമില ഇബ്നു ആദമ, ഒരു മനുഷ്യൻ ചെയ്തിട്ടില്ല, അമൽ ചെയ്തിട്ടില്ല, മിൻ അമലിൻ, ഒരമലും ചെയ്തിട്ടില്ല. എങ്ങനത്തെ അമല്? അൻജാലഹു, അവനെ ഏറ്റവും രക്ഷപ്പെടുത്തുന്ന ഒരു അമലും ചെയ്തിട്ടില്ല. എന്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുക? മിൻ അദാബില്ലാ, അള്ളാഹിൻ്റെ അദാബല്ല വലിയ സംഭവം. മാഷാ അല്ലാഹ്, അള്ളാഹ് നമ്മളെ കാക്കട്ടെ. ഇവിടുത്തൊക്കെ താൽക്കാലികമാണ് മക്കളെ. അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് ഏറ്റവും രക്ഷപ്പെടുത്തുന്നത് ദിക്റുള്ളയാണ്. അപ്പം അങ്ങനത്തെ അമലില്ല. മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. ദിക്ർ നേരത്തെ പറഞ്ഞില്ലേ, അത് ഫിക്റാവണം. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിങ്ങനെ ചൊല്ലുമ്പോൾ ഖൽബിൽ ഇങ്ങനെ വരണം, യഥാർത്ഥ ഇലാഹ് അള്ളാഹു മാത്രമാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അങ്ങനെ ഖൽബിൽ ഇങ്ങനെ ഫിക്ർ വരണം. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്താ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, അതൊക്കെ പമ്പ കടക്കും. കുറച്ച് ചെല്ലിയൊക്കെ അല്ലാഹ് 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 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചൊല്ലിയോക്ക്. നല്ല റാഹത്ത് വരും മനസ്സിന്. ഇപ്പം നമുക്ക് എന്താ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദിക്റിലേക്ക് അങ്ങ് കടന്നാൽ ഒക്കെ പോകും. അതല്ല അതെങ്ങനെ കണ്ണൊൽപ്പിച്ചിക്കല്ല വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് അങ്ങനെ. ഇനി മറ്റു നൽകി, വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അഹബ്ബ അൻ യർതഅ ഫീ ദിയാലിൽ ജന്ന, സ്വർഗീയ തോപ്പുകളിലൂടെ മേഞ്ഞു നടക്കാൻ വല്ലവനും താല്പര്യമുണ്ടെങ്കിൽ, ഹലോ, സ്വർഗീയ തോട്ടങ്ങളിലൂടെ മേഞ്ഞു നടക്കാൻ താല്പര്യമുണ്ടോ? ഓടിക്കളിക്കാൻ താല്പര്യമുണ്ടോ? പറന്നു കളിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ ഫല്യുക്സിർ ദിക്റല്ലാഹി അസ്സ വജൽ, ദിക്റുള്ള വർദ്ധിപ്പിക്കട്ടെ. ദിക്ർ തന്നെ വേണം. ഇങ്ങനെ ദിക്റിന് അർത്ഥം വെക്കാം. കൂലി പറഞ്ഞാൽ കൂലി കിട്ടണത്, അതൊക്കെ ദിക്റാക്ക. മാഷാ അല്ലാഹ്. അള്ളാനെങ്ങനെ ഓർക്ക്, എല്ലാത്തിലും അള്ളാനെ ഓർക്ക്, അള്ളാനെ പറയുക, അള്ളാന്റെ സിഫാത്ത് പറയുക. ഉറങ്ങുക, ശ്രദ്ധിക്ക്. പിന്നെ വസുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോടൊരു ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താ? അയ്യുൽ അമാലി അഫ്ളലു, മുത്തുനബിയെ, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പൊ ഫഖാല, എന്താണ് ശ്രദ്ധിക്കല്ലേ, ഫഖാല, റസൂലുള്ള പറഞ്ഞു, അന്ത മൂത്ത, മോനെ നീ മരിക്കലാണ്. മരിക്കേ ഏതവസ്ഥയിൽ? വലിസാനുക റത്ബും ബിദിക്രില്ലാഹി അസ്സ വജൽ, നിന്റെ നാക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് നനഞ്ഞതാവണം, പച്ചയാവണം, പോലുള്ളതാവണം. ദിക്റുള്ള കൊണ്ട് നനഞ്ഞ നാക്കോടുകൂടെ മരിക്കുക. എന്തായാലും വേന ദിക്റിന്റെ പോലോടുകൂടെ അവസാന വാക്കും ദിക്റായി മാറണം, ലാ ഇലാഹ ഇല്ലല്ലാഹി മാറണം. മൻകാന ആഖിറു കലാമിഹി, വല്ലവൻ്റെയും അവസാന വാക്ക്
ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, സ്വർഗം കിട്ടി. മാഷാ അല്ലാഹ്. അല്ലാഹു തആല എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനെ പറയുവാനും അതിലൂടെ നല്ല ഫിക്റിലും അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.